ഇതാണ് എന്റെ ഗ്രാൻഡ് മദർ. മമ്മി, മമ്മിയോട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചോ, കുഴപ്പമൊന്നുമില്ല. മമ്മിയുടെ കുട്ടിക്കാലം എവിടെയായിരുന്നു? മമ്മി ജനിച്ചതൊക്കെ? മമ്മി ജനിച്ചത് കോട്ടയം പാറമ്പുഴ എന്ന് പറയും, ചെറിയ ഗ്രാമത്തിൽ. മമ്മിയുടെ നാട് അവിടെയായിരുന്നു? അതന്നെ, കോട്ടയം ജില്ലയില് പാറമ്പുഴ എന്ന സ്ഥലത്താണ് മമ്മി ജനിച്ചത്. അപ്പൊ അവിടെ നീ വയനാട്ടിലേക്ക് എന്തിനാ വന്നേ? ഇത്ര പെട്ടെന്നാ വന്നേ എനിക്ക് വയനാട്ടിലേക്ക് എൻ്റെ ചാച്ചനും അമ്മയും ഒക്കെ വയനാട്ടിൽ പോകണമെന്ന് ഇഷ്ടപ്പെട്ടു. വീട്ടിൽ സ്ഥലമൊക്കെ കുറവാണ്, അത് കാരണം കൊണ്ട് വയനാട്ടിൽ വന്നാൽ കുറച്ചേറെ ഒക്കെ സമ്പാദിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട്. വരുമാനം കുറവായിരുന്നു നാട്ടില്, അതുകൊണ്ട് പോകുന്നത്. അപ്പൊ അവിടുത്തെ വരുമാനം എങ്ങനെയായിരുന്നു? അവിടുത്തെ വരുമാനം എന്ന് പറയുന്നത് അവിടെ പശുവിനെയൊക്കെ വളർത്തും, പിന്നെ കുറച്ച് ഇഞ്ചി നടും, പിന്നെ തേങ്ങയാണ്. അപ്പൊ എന്തായിരുന്നു മെയിൻ? തേങ്ങ മെയിന്. പിന്നെ കുറച്ച് പിന്നെ ഞങ്ങളൊരു കുന്നും പ്രദേശത്താണ് ജീവിച്ചിരുന്നത്. പിന്നെ ചാച്ചന് വീതം കിട്ടിയത് ഒരു പിന്നെ മീനച്ചിലാറിൻ്റെ വീടാണ്. അവിടെ കരിമ്പ് നടും, കരിമ്പ് നട്ട് കരിമ്പ് വെട്ടിക്കൊടുത്ത് ആട്ടി, അതൊക്കെ ആണ് വരുമാനം അവിടെ നാട്ടില്. തേങ്ങയും കരിമ്പും പിന്നെ കാപ്പി മുളകുണ്ട്. മമ്മി അങ്ങോട്ടേക്ക് പോകുമ്പോ ഇല്ലേ എന്തൊക്കെ ഭക്ഷണം കഴിക്കുന്ന? അത് സ്കൂളിലൊക്കെ പോകുമ്പോ കഞ്ഞി കുടിച്ചിട്ട് പോകും. വൈകുന്നേരം വരുമ്പം കപ്പയും മീനും കൂടെ തരും, അത് കഴിക്കും ഞങ്ങള്. അതൊക്കെ ഉള്ളു? അതൊക്കെ ഉള്ളു. പിന്നെ രാത്രിയില് വിശക്കുന്നുണ്ടെങ്കിൽ കഞ്ഞി, ചോറ്. അപ്പൊ ഈ മീനും ഇറച്ചിയൊക്കെ? മീനും ഇറച്ചിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. മമ്മി ഈ സ്കൂളിലേക്ക് പോകുന്ന എങ്ങനെയാ? സ്കൂളിലേക്ക് നടന്നു പോകും. അന്ന് പിന്നെ ബസ്സും സ്കൂൾ ബസ്സും ഒന്നുമില്ല, ചെരുപ്പ് പോലും ഇല്ല അന്ന്. ഞങ്ങൾ നടന്നല്ലേ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ മമ്മി ഇങ്ങനെ പോകുമ്പോ ഈ മഴയൊക്കെ വന്നാല് കൊട എങ്ങനെയായിരിക്കും? കൊട ഞങ്ങള് 4 പേരാണ് സ്കൂളിൽ പോണത്. 5 മക്കളിൽ 4 പേര്, ഒരാൾ പോണില്ല. 2 പേർക്കും കൂടെ ഒരു കൊട. അങ്ങനെ ഞങ്ങളങ്ങ് പോകും. അങ്ങനെ. അപ്പൊ ഈ മമ്മി ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോവാണെങ്കിൽ അത് ഈ ആ സ്ഥലം അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നു മമ്മി. 5ാം ക്ലാസ്സിലല്ലേ വന്നേ? വയനാട്ടിലേക്ക് വന്നത് 5ാം ക്ലാസ്സിലായിപ്പോ. അപ്പൊ ഈ മമ്മി ഇങ്ങോട്ടേ വന്നിട്ട് അവിടെ അടുത്തുള്ള പള്ളിയിലേക്കൊക്കെ എങ്ങനെയായിരിക്കും പോകും? അപ്പൊ മമ്മി അവിടുന്ന് ഇങ്ങോട്ടേ വന്നത് എങ്ങനെയാ? ട്രെയിനില് ഒരു സ്റ്റോപ്പില് 5 മിനിറ്റ് കഷ്ടിച്ച് നിർത്തും. സാധനങ്ങളെല്ലാം ഞങ്ങള് ട്രെയിനിൽ നേരത്തെ കയറ്റി വിട്ടു, വീട്ടു സാധനങ്ങളെല്ലാം. അത് കഴിഞ്ഞിട്ട് ഇത് പിന്നെ ഞങ്ങളെ 5 മക്കളെയും അമ്മേനെ. അപ്പച്ചിക്ക് നല്ല കഴിവായിരുന്നു, മിലിറ്ററിക്കാരനായിരുന്നു, നല്ല വിവരമൊക്കെ ഉള്ള മനുഷ്യനാണ്. അപ്പം അങ്ങ് സ്റ്റേഷനിൽ അങ്ങ് പോകാതെ, റെയിൽവേ സ്റ്റേഷനിൽ പോകാതെ 5 മിനിറ്റ് നിർത്തുന്ന ഒരു സ്റ്റോപ്പുണ്ട്, അവിടെ നിന്നാണ് ഞങ്ങളെ വണ്ടി വിട്ടുപോയി. എന്നിട്ടാണ് എൻ്റെ ചേച്ചീനെ കയ്യെ പിടിച്ച് വലിച്ചു കയറ്റി വരുന്നത്. അങ്ങനെ ഒരു മമ്മി ഇങ്ങോട്ടേക്ക് വന്നിട്ട് മമ്മിയുടെ അത് കഴിഞ്ഞിട്ടുള്ള പഠിത്തമൊക്കെ എങ്ങനെയായിരുന്നു? അത് ഇങ്ങോട്ടേക്ക് വന്നിട്ട് വയനാട്ടിലേക്ക് നടവേൽ എന്ന് പറയും സ്ഥലം. അത് പോയി 10ാം ക്ലാസ് വരെയും പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഒന്ന് പിന്നെ പോകണമെങ്കിൽ പനമരത്ത് പോകണം, പനമരത്ത് പോയി വേണം പഠിക്കാൻ. അത് കാരണം കൊണ്ട് പോയില്ല. ഇത് പിന്നെ എൻ്റെ ചേച്ചിനെ നേരത്തെ കത്തിച്ചു വിട്ടു, വീട്ടിലാരും ഇല്ല. മമ്മി അപ്പൊക്കെ ഇല്ലേ ഈ LKG UKG ഒന്നുമില്ല? LKG UKG ഒന്നും ഇല്ല. കളരിയാണ്. കളരിയിലെ ഒരു 4ാമത്തെ വയസ്സിൽ കളരി കൊണ്ടുപോയി ആക്കും. മണലും ഓലയുണ്ട്, ഓലയും കൂടെയാണ് കൊണ്ടുവന്നിട്ട് മണൽ കൊണ്ടുപോയി കളരിയിൽ എഴുതി പഠിപ്പിക്കും. വിരൽ കൊണ്ട് എഴുതി, മണലിൽ എഴുതി പഠിപ്പിച്ച്, അക്ഷരങ്ങളെല്ലാം പഠിപ്പിച്ച് പിന്നെ അത് ഓലയിൽ എന്നിട്ട് എഴുതി തരും. വീട്ടിൽ ചെന്നിരുന്ന് എഴുതാൻ. അത് നോക്കി ഞങ്ങൾ എഴുതി പഠിച്ച് അങ്ങനെ അക്ഷരം മുഴുവനും പഠിച്ച് തീർക്കും. പഠിച്ച് തീർത്തിട്ടാണ് 1ാം ക്ലാസ്സിൽ കൊണ്ടുപോയി സ്കൂളിൽ ചേർക്കുന്നത്.
സ്കൂളിൽ കയറുമ്പോൾ നടന്നു പോയാൽ മതി, ഒത്തിരി ഒന്നും പോകണ്ട, വണ്ടിയൊന്നും വേണ്ട. LKG UKG ഒന്നുമില്ല, LKG UKG ഒന്നും ഇല്ല. അതിന് പകരമാണ് പിന്നെ കളരിന്ന് ആശാനാണ്. കളരിയിലൊക്കെ പോകുമ്പോ മമ്മി നടന്ന പോന്നെ. അല്ല, കൂട്ടിക്കൊണ്ട് ആക്കും, തന്നെ പോകണ്ടേ. ഒരു ദിവസം ഞാനുണ്ടല്ലോ അവനെ കളരി ചെല്ലുമ്പോഴത്തേന് ആരുമില്ല, അങ്ങനെ ആരുമില്ലാതെ അവിടെ ഇരുന്നു. ഞാൻ എന്നെ ഇത് കരഞ്ഞോണ്ട് ഒരൊറ്റ പോക്ക് വെച്ചു കൊടുത്തു വീട്ടിലേക്ക്. എന്നിട്ട് ഈ ആശാൻ ഞാൻ വരുന്ന വഴിക്കാണ് ആശാനുള്ളത്. ആശാൻ എന്നെ എടുത്തിട്ട് തോളയിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് പോരുതെന്ന് പറഞ്ഞു തോളെ വെച്ചു. ഒത്തിരിയേ ഉള്ളൂ, വിട്ടില്ല. അക്ഷരങ്ങളെല്ലാം പഠിച്ചു നല്ല. താങ്ക് യു. താങ്ക് യു.